റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പവിത്രമായ റമദാൻ ഷരീഫ് നമ്മിൽ നിന്ന് വിട പറയുകയാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ നോമ്പുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ എന്ന പ്രാർത്ഥനയോടെ ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്സിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? സീനത്ത്. സീനത്ത് എവിടുന്നാണ്? പാലപ്പെട്ടി. സീനത്ത് എന്ത് ചെയ്യുന്നു? സീനത്ത് എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. നോമ്പൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അല്ലേ? ഇത്രയും നോമ്പിനിടയിൽ പുതുതായിട്ടുണ്ടാക്കിയ വിഭവത്തിന്റെ പേരൊന്ന് പറയാമോ? പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ? ഉണ്ടേ മണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആ, എന്തായാലും അള്ളാഹു നാം ചെയ്ത അമലുകൾ മുഴുവനും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നമുക്ക് നൽകട്ടെ. ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, തൗറാത്തിൽ മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? ഓപ്ഷൻ വേണോ? ഹാമിദ്, മഹ്മൂദ്, മുഹമ്മദ്. മുഹമ്മദ് എന്നാണ് തൗറാത്തിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഉറപ്പാണോ? തൗറാത്തിലാണ് കേട്ടോ, ഖുർആനിലല്ല. ഒന്ന് ഹാമിദ്, രണ്ട് മഹ്മൂദ്, മൂന്ന് മുഹമ്മദ്. മഹ്മൂദ് ഉറപ്പിക്കാം. മഹ്മൂദ് എന്നാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ഹാമിദ് ആണ് കേട്ടോ. ഒന്നാമത്തെ ഓപ്ഷനാണ്. ഹാമിദ് എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഫാത്തിമ. ഫാത്തിമത്തെ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യണില്ലേ? എങ്ങനെയുണ്ട് റമദാനൊക്കെ? പോകുന്നുണ്ടല്ലേ? ചോദ്യം ചോദിക്കട്ടെ? ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച പേര് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാർ തങ്ങൾ വിളിച്ചൊരു പേരുണ്ട്. ആ പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ വേണോ? ഒന്ന് അബൂ തുറാബ്, രണ്ട് അബൂ മൻഹ, മൂന്ന് അബൂ മിന്ന. ഏതാണ് ശരിയായ ഉത്തരം? അബൂ തുറാബ്.
അബൂ തുറാബ് എന്ന ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പിന്റെ നിറം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പിന്റെ നിറം എന്തായിരുന്നു? ഓപ്ഷൻ വേണോ? വെള്ള, മഞ്ഞ, കറുപ്പ്. വെള്ള. വെള്ള എന്ന ഉത്തരാണോ പറയണേ? ഉറപ്പിക്കാം. വെള്ള എന്ന ഉത്തരം തെറ്റാണ്. മഞ്ഞയാണ് ശരിയായ ഉത്തരം കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ആരാണ്? കേൾക്കുന്നില്ല, ഒന്ന് ഒച്ചത്തിൽ പറയോ? പാലപ്പെട്ടി പുതിരുത്തിയിൽ നിന്ന് ആരാണ്? സീനത്ത്. ആ, ചോദ്യം ചോദിക്കട്ടെ. 3 ചോദ്യങ്ങളാണ്. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. ചോദിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഓമന പേരെന്താണ്? ഓപ്ഷൻസ് തരാലോ. 1 അബു അമ്മാറ, 2 അബു ഹുസൻ, 3 അബു ഫായിസ്. അബു ഹുസൻ, 1 അബു അമ്മാറ, 2 അബു ഹുസൻ, 3 2ആണോ? ഉറപ്പിക്കാമോ? സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ ഉറപ്പിക്കാം. ഉറപ്പിക്കാം അല്ലേ? 2ആണ് നിങ്ങൾ പറഞ്ഞ. അബു ഹുസന എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം അബു അമ്മാറയാണ് കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? മിൻഹജ. മിൻഹജ എവിടുന്നാണ്? പൊന്നാനി. മിൻഹജ എന്ത് ചെയ്യുന്നു? അതെ. മിൻഹജ പാട്ട് പാടുവോ? മിൻഹജ ഒരു പാട്ട് പാടിക്കാലോ. പാട്ട് പാടൂല? എവിടെയാണ് പഠിക്കുന്നത്? ദാറുൽ ഹിദായയിലാണ് അല്ലേ? ചോദ്യം ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹി എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻ വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹി എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻസ്: 1 സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, 2 സെയ്ദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, 3 ഹാരിസ് റളിയല്ലാഹു അൻഹു. ഇതിലേതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഏതാണ്? സെയ്ദ് ബിൻ സാബിത്ത്. സെയ്ദ് ബിൻ സാബിത്ത് എന്ന ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഗന്ധം ഏതായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഗന്ധം ഏതായിരുന്നു? ഓപ്ഷൻ 1 ഊദ്, 2 മജ്മു, 3 സൈഫുൽ ഹാൽ. 1 ഊദ്, 2 മജ്മു, 3 സൈഫുൽ ഹാൽ. ഏതാണ് ശരിയായ ഉത്തരം? രണ്ടാമത്തെ മജ്മു. ഒന്നാമത്തത് ഊദാണ്. ഊദ് നമ്മൾ പൊഹിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഊദിന്റെ അത്തറൊക്കെ ഉണ്ടല്ലോ, അതാണ് 1. 2 അതുപോലൊരു അത്തറിന്റെ പേരാണ് മജ്മു. 3 അതുപോലത്തെ ഒന്നിന്റെ പേരാണ് സൈഫുൽ ഹാൽ. ഇതിൽ ഏതാണ് നബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഹലോ, ഊദ്. ഊദ് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. ഊദാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ, സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ്. ചോദിക്കട്ടെ, തബൂക്ക് യുദ്ധം നടന്നത് നബിയുടെ എത്രാമത്തെ വയസ്സിലാണ്? നബി അവസാനമായി പങ്കെടുത്ത യുദ്ധമാണ് തബൂക്ക്. ആ തബൂക്ക് യുദ്ധം നടന്നത് നബിയുടെ എത്രാമത്തെ വയസ്സിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 1 61, 62, 63. 61, 62, 63. ഏതാ ശരിയായ ഉത്തരം? 61-ലാണോ? 62-ആണോ? നബി അവസാനമായി പങ്കെടുത്ത യുദ്ധമാണ്, പിന്നീട് പങ്കെടുത്തിട്ടില്ല. പിന്നീട് നബി വഫാത്താവുകയാണ് ചെയ്തത്. ഏതാണ്? 63. 63 എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞത്. ആ ഉത്തരം ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി മാറ്റാൻ പറ്റൂല. നിങ്ങളുടെ വീട്ടില് പാട്ട് പാടുന്ന ആൾക്കാരുണ്ടോ? ഉറങ്ങണോ? എന്നാ ഉണർത്തണ്ട. പാടുന്നുണ്ടോ? പാടുന്നുണ്ടോ? ആ, എന്നാ നമുക്ക് നോക്കാം ശരിയാണോ ഇല്ലേന്നല്ലേ. നിങ്ങൾ പറഞ്ഞ ഉത്തരം 63 എന്നാണ്. 63 എന്ന ഉത്തരം ശരിയാണ്. സമ്മാനം നേടിയിട്ടുണ്ട് കേട്ടോ. ഹലോ, സമ്മാനം നേടിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലികിസിലെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഒരു മാസക്കാലം ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലികിസ് NCVയിലൂടെ നാം കണ്ടു. ഇതുമായി സഹകരിച്ച മാന്യ പ്രേക്ഷകർ, വിളിച്ചവർ എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നതോടൊപ്പം എല്ലാ വിശ്വാസികൾക്കും ഈദുൽ ഫിത്തർ ആശംസയോടുകൂടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു.
ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ് മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങി നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം.